ഹായ് മക്കളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം MK. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ നിങ്ങളത് പഠിച്ചുകൊള്ളണം. അതിനകത്ത് ധാരാളം ഡെറിവേഷൻസ് ഉണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുണ്ട്, പ്രിസം ഫോർമുലയുണ്ട്, മിറർ ഫോർമുലയുണ്ട്, R=2F എന്ന് പറയുന്ന ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട് അല്ലെ, കർവ്ഡ് സർഫസ് ഫോർമുലയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളം ഡെറിവേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ജോമെട്രി, മാത്സിലെ ജോമെട്രി നന്നായിട്ട് അറിഞ്ഞാൽ, മാത്സിനകത്തെ കുറച്ച് ട്രിഗണോമെട്രിക് റേഷ്യോ അത് ഇതൊക്കെ റിലേഷൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ആ വലിയ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുന്നേ കർവ്ഡ് സർഫസ് ഫോർമുല എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. കർവ്ഡ് സർഫസ് ഫോർമുല അത് അങ്ങ് ഡിറൈവ് ചെയ്യേണ്ട സാധനമാണ്, ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. ഞാൻ അതിന്റെ ഡെറിവേഷൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഫൈനൽ ഇക്വേഷൻ മാത്രം ഓർക്കുക. N2/V - N1/U = N2 - N1/R. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് എന്ത് ചെയ്ത് വെക്കണം, ബൈഹാർട്ട് ചെയ്ത് വെക്കണം. N2/V, N എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ N2 എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം, ബൈ V എന്താണ്? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. അതൊക്കെ അറിയാവേ, ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. N1/U, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ U എന്താണ്? U എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. പിന്നെ N2 - N1/R, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് ഏത് ഫോർമുലയിലേക്ക് എത്താൻ പറ്റുള്ളൂ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലേ? അങ്ങനെ നമുക്ക് തുടങ്ങാം. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല? ലെൻസ് മേക്കേഴ്സ് ഫോർമുല നോക്കിക്കേ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ കണ്ടടാ ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ വരയ്ക്കുന്നു. നോക്കിക്കോണേ, കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഞാൻ എന്താണ്ടേ ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നു. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട്, അതുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. ആ പോയിന്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിവിടെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിൽ നിന്നും 2 റേസ് വരുന്നു. നിങ്ങൾ ഒരു കാര്യങ്ങളൊക്കെ, ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് വന്ന് അത് കൂട്ടിമുട്ടുന്നിടത്താണ് എന്തുണ്ടാകുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ദാണ്ട വരുന്നു. ഈ റേ വന്ന് ഇടിച്ച് കോൺവെക്സ് ലെൻസിൽ വന്ന് ഇടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ലെൻസിന്റെ പുറത്ത് എയർ ആണ്. അപ്പോൾ അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് എടുക്കാം. പിന്നെ ലെൻസിനകത്തേക്ക് കയറാം. ലെൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സാണ്, മറ്റൊരു മീഡിയമാണ്. അപ്പോൾ അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N2 എന്ന് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് അവൻ വീണ്ടും പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത്, എയറിലോട്ട് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് എടുക്കാം, N1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ലൈറ്റ് എന്തിനകത്തൂടെയൊക്കെ സഞ്ചരിക്കും നമുക്കറിയാം. വാക്യൂത്തിലൂടെ സഞ്ചരിക്കും, പിന്നെ എയറിലൂടെ സഞ്ചരിക്കും, ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കും, വാട്ടറിലൂടെ സഞ്ചരിക്കും. അപ്പോൾ ഓരോ മീഡിയത്തിലും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ എയറിൽ നിന്നും സങ്കല്പിക്കുകയാണ്. ഇപ്പൊ എയറിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലെൻസിലേക്ക് കയറുന്നു. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് ഞാൻ അങ്ങ് സങ്കല്പിക്കുന്നു. ഈ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് എടുക്കുന്നു. പിന്നെ വീണ്ടും എങ്ങോട്ടാ, പുറത്തോട്ട് തന്നെ ഇറങ്ങുക. അപ്പൊ എവിടോട്ടാ ഇറങ്ങുന്നത്? ലെൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടുന്ന സാധനമാണ്. അപ്പോൾ വീണ്ടും എയറിലേക്ക് തന്നെ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 തന്നെ. അപ്പൊ ലൈറ്റ് ദണ്ടേ ഇവിടേക്ക് വന്ന് വീണു. അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നും കൂടെ വരയ്ക്കാം. ലൈറ്റിന് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും, ഒരു ബെൻഡിങ് സംഭവിക്കും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അത് നമ്മൾ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് ചരിഞ്ഞു പതിക്കുമ്പോൾ, ഒബ്ലിക്വലി ചരിഞ്ഞു പതിക്കുന്ന സമയത്ത് അതിന്റെ പാത്തിന് വരുന്ന ഡീവിയേഷനെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഇവിടെ വെച്ച് ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇതാണ്ട നോക്കിക്കോണേ, ഇത് നേരെ ഇവിടെ ചെന്ന് വീഴുന്നതായി സങ്കല്പിക്കുക. അവിടെ അല്ല മക്കളെ ആ ഇമേജ് ഫോം ചെയ്യുന്നത്, കേട്ടോ. അപ്പൊ അവിടെ അല്ല, ഞാനത് പറയാം. അപ്പോൾ അവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ച് അതിന്റെ പാത്തിന് ഒരു ബെൻഡിങ് സംഭവിച്ച് ആ ലൈറ്റ് പോയി ഇവിടെ വന്ന് വീണു. അപ്പൊ അവിടെ ഒരു ഇമേജ് ഫോം ചെയ്തതായി നിങ്ങൾ വിചാരിക്കാം. സത്യത്തിൽ അവിടെയല്ല ഇമേജ് ഫോം ചെയ്തത്. അപ്പോൾ ഒരു ചോദ്യം കൂടെ വരാം, നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചോദിക്കാം, സാർ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ 2 റേസ് വേണ്ടേ? മിനിമം വേണം. 2 റേസ് തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത പോയിന്റിലല്ലേ നമുക്ക് റിഫ്രാക്ഷന് ശേഷം 2 റേസും കൂട്ടിമുട്ടുന്ന പോയിന്റിലെ ഇമേജ് ഫോം ചെയ്യുന്നത്? അതെ.
പക്ഷെ ഇവിടെ 2 റേസ് സാറ് വരച്ചില്ലല്ലോ, ഒരു റേ അല്ലേ വരച്ചുള്ളൂ. ശരിയാണ്. ഒരു റേ പോകുന്നത് എന്തിലൂടെയാണെന്ന് സങ്കല്പിക്കുന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ. കണ്ടോ, ഇവിടെ കൂടെ ആ കറക്റ്റ് എന്താണ് ആ ലെൻസിന്റെ നടുക്കൂടെ ഒപ്റ്റിക് സെന്ററിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ വരെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ഒരു റേ പോകുന്നതായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. അപ്പൊ അവൻ എന്തായാലും ഇവിടെ വെച്ച് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പൊ ആ 2 റേസ് കൂട്ടിമുട്ടുന്നു. ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സത്യത്തിൽ അവിടെയാണോ ഫോം ചെയ്യുന്നത്? അല്ല. കാരണം ഈ ഒരു സർഫസ്, ഇതൊരു കർവ്ഡ് സർഫസ് അല്ലേ, ഞാനത് വേറൊരു കളർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ സർഫസ് ഒരു കർവ്ഡ് സർഫസ് ആണ്. ഈ സർഫസ് കണ്ടോ, ഫസ്റ്റ് കർവ്ഡ് സർഫസ്. വേണമെങ്കിൽ ഞാൻ അതിന്റെ പേരും കൂടെ ഇടാം, ABC. ABC എന്ന് പറയുന്ന ആ കർവ്ഡ് സർഫസിലേക്ക് കടന്ന സമയത്ത് ആ പോയിന്റിൽ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ച് ലൈറ്റ് ഇവിടെ വന്ന് വീണതായിട്ട് ഞാൻ പറയുന്നു. എന്നാൽ ഇവിടെ വേറൊരു കർവ്ഡ് സർഫസ് ഉണ്ടല്ലോ സാറേ. യെസ്, സെക്കൻഡ് കർവ്ഡ് സർഫസ്. കണ്ട, സെക്കൻഡ് കർവ്ഡ് സർഫസ്. അപ്പൊ അവിടെ വെച്ച് വീണ്ടും ലൈറ്റിന് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കത്തില്ലേ? സംഭവിക്കും, തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ വെച്ച് ലൈറ്റ് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചു ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത് ഈ പോയിന്റിലായിരിക്കും. ആ പോയിന്റിലായിരിക്കും ഫൈനൽ ഇമേജ് ഉണ്ടാകുക. അപ്പൊ ഈ ഇമേജിനെ ഞാൻ I' എന്ന് വിളിക്കുന്നു. അപ്പൊ ആദ്യമേ ഞാൻ ഇമേജ് ഉണ്ടാകുന്നതായിട്ട് കാണിച്ചത് I' ആണ്. അവിടെയാണോ ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത്? അല്ല. ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത് എങ്ങനെയാ? ഇവിടെ വെച്ച് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഫൈനൽ ഇമേജ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഒപ്റ്റിക് സെന്റർ മുതൽ, അതായത് ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തുക? U, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒപ്റ്റിക് സെന്റർ മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തുക? V എന്ന ലെറ്റർ, അല്ലെ? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. എന്നാൽ I' എന്ന് പറഞ്ഞാലും ഒരു ഇമേജ് ആണ്. ആ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? V' എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അതല്ല ഫൈനൽ ഇമേജ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പടം പഠിച്ചു വെച്ചു. അപ്പൊ 2 പ്രാവശ്യം ആ ലെൻസിന്റെ 2 കർവ്ഡ് സർഫസിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് ഒരു പോയിന്റിലാണ് ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിപ്പോ ഇപ്പുറത്തെ കർവ്ഡ് സർഫസിനും കൂടെ നമുക്കൊരു പേര് കൊടുക്കാം, അല്ലെ? ഇവിടെ ABC, ഇപ്പുറത്തെ കർവ്ഡ് സർഫസ് ABC ആണെങ്കിൽ ഇപ്പുറത്തെ കർവ്ഡ് സർഫസ് ADC എന്ന് പേര് കൊടുക്കാം. ഈ വലത്തെ സൈഡിലെ കർവ്ഡ് സർഫസിനെ ADC എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷൻസിലേക്ക് കടക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് നോക്കിയേ. നമ്മൾ ആദ്യം കർവ്ഡ് സർഫസ് ഫോമുല അങ്ങോട്ട് എഴുതി വെക്കണം കേട്ടോ. കർവ്ഡ് സർഫസ് ഫോമുല ഞാൻ ചുരുക്കി അങ്ങ് എഴുതുവാണേ. കർവ്ഡ് സർഫസ് ഫോമുല അതങ്ങ് എഴുതി വെക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം വി നോ ദാറ്റ് എന്ന് പറഞ്ഞങ്ങ് എഴുതിയാൽ മതി. എന്തുവാണ്? N2, സാർ മുമ്പ് പറഞ്ഞല്ലോ, N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R. ഇത് കർവ്ഡ് സർഫസ് ഫോമുല. ഇത് നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വെക്കണം. എഴുതി ഒരു ബോക്സിനകത്തൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പർ ആയിരിക്കും. അതങ്ങോട്ട് എഴുതി വെച്ചു. വി നോ ദാറ്റ് കർവ്ഡ് സർഫസ് ഫോമുല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. അപ്ലൈയിങ് കർവ്ഡ് സർഫസ് ഫോമുല ഓൺ ദി ഫസ്റ്റ് കർവ്ഡ് സർഫസ്. ആദ്യത്തെ കർവ്ഡ് സർഫസിൽ കർവ്ഡ് സർഫസ് ഫോമുല അപ്ലൈ ചെയ്യാൻ പോവാ. ആദ്യത്തെ കർവ്ഡ് സർഫസ് ഏതാ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഏതാ? ABC എന്ന് പറയുന്ന ആദ്യത്തെ കർവ്ഡ് സർഫസിൽ. അപ്പോൾ ഓൺ ദ ഫസ്റ്റ് കർവ്ഡ് സർഫസ് ABC. പേരൊന്നും കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പേര് കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ആ സർഫസിൽ കർവ്ഡ് സർഫസ് ഫോമുല നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അപ്ലൈ ചെയ്യാൻ പോവാ. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കിക്കേ. ഈ സർഫസിനെ സംബന്ധിച്ച് ഈ ആദ്യത്തെ ഈ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം N1 തന്നെയാണ്. കാരണം എവിടുന്നാണോ ലൈറ്റ് വരുന്നത് അവനാണ് N1 കേട്ടോ. എവിടുന്നാണോ ലൈറ്റ് വരുന്നത് അതാണ് N1. അപ്പോൾ അവിടുന്നാണ് ലൈറ്റ് വരുന്നത്. N1 തന്നെ ആ മീഡിയത്തിൽ നിന്ന് തന്നെ ലൈറ്റ് വരുന്നത് ആ സർഫസിനെ സംബന്ധിച്ച്. അപ്പോൾ N1 എന്ത് തന്നെയാണ്? N1 തന്നെയാണ്. ഇനി അവിടുന്ന് ആ കർവ്ഡ് സർഫസിൽ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എങ്ങോട്ടാ ലൈറ്റ് കയറുന്നത്? ലെൻസിനകത്തോട്ട്. അപ്പൊ എങ്ങോട്ടാണോ കയറുന്നത് അതെന്താണ്? N2. അപ്പൊ N2 എന്ത് തന്നെയാണ്? N2 തന്നെയാണ്. കണ്ടേ, ഇതിനകത്ത് കിടക്കുന്ന N2, N1, V, U, R ഇതൊക്കെ എന്താണ് അവിടെ പറയാൻ പോവാ. അപ്പൊ ആദ്യം അവിടെ ഒരു കർവ്ഡ് സർഫസേ ഉള്ളെന്ന് സങ്കല്പിക്കണം. അങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ കർവ്ഡ് സർഫസ് ഏതാ? ABC. അപ്പൊ ABC എന്ന് പറയുന്ന കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം N1 എന്ന് പറഞ്ഞാൽ N1 തന്നെയാണ്, N2 എന്ന് പറഞ്ഞാൽ N2 തന്നെയാണ്. അത്രേ ഉള്ളൂ.
ഇനി യു 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 എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ആദ്യത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ABC എന്ന് പറയുന്ന കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം O എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒബ്ജക്റ്റ് തന്നെയാണ് ഒബ്ജക്റ്റ്. അത് അടുത്ത പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? യു. അപ്പൊ യു എന്ത് തന്നെയാണ്? യു തന്നെയാണ്. ഓക്കെ, നീയാണ് ശ്രദ്ധിക്കട്ടെ. വി, ഇനി എന്തും എഴുതാനുണ്ട്? വി ഉണ്ട് സാർ. വി എന്താണ് സാർ? വി എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ആദ്യത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ഐ ആണോ? അല്ല, അത് ഫൈനൽ ഇമേജ് ആണ്. ആദ്യത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് എവിടെ ഉണ്ടായത്? കണ്ട്, ഇതാണ് ഇമേജ്. ഇവിടെയാ ഫോം ചെയ്തത്. ഇവിടെ ഐ ഡാഷ്. കണ്ടോ? ആദ്യത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഐ ഡാഷ് എന്ന് പറയുന്നതാണ് അതിന്റെ ഇമേജ്. അപ്പൊ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വി ഡാഷ്. അപ്പൊ വിക്ക് പകരം എന്ത് കൊടുക്കണം സാർ? വി ഡാഷ് കൊടുക്കണം. വി ഡാഷ് കൊടുക്കണം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ആർ ഉണ്ടല്ലോ, ആർ. ആദ്യത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ആർ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നങ്ങ് എടുക്കാം? R1. അത്രയേ ഉള്ളൂ. R1 റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ഫസ്റ്റ് കർവ്ഡ് സർഫസ്. അത്രയേ ഉള്ളൂ. R1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇത് അങ്ങോട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? ഈ കർവ്ഡ് സർഫസ് ഫോമിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ N1 പകരം N1, N2. അപ്പൊ ആദ്യം N2 പകരം എന്ത് തന്നെ ഇവിടെ നോക്കിക്കോണം? N2. അപ്പൊ N2 ബൈ വി. വിക്ക് പകരം വിക്ക് പകരം വി ഡാഷ്. അപ്പൊ വി ഡാഷ് കൊടുക്കണം. മൈനസ് N1 പകരം എന്ത് തന്നെ? N1 ബൈ യുവിന് പകരം എന്ത് തന്നെ? യു ഈസ് ഈക്വൽ ടു. അപ്പൊ യു പോലെ ഇരിക്കണം കേട്ടാ. യു ഈസ് ഈക്വൽ ടു N2 മൈനസ് N1. അപ്പൊ അവിടെയും N2 മൈനസ് N1 ബൈ ആറിന് പകരം എന്താണ് സാർ? R1. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ എന്തെന്ന് എഴുതുന്നു? 1. ഇക്വേഷൻ നമ്പർ 1. കണ്ടോ? അപ്പൊ N2 ബൈ വി ഡാഷ് മൈനസ് N1 ബൈ യു ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ബൈ R1. അപ്പോ ആദ്യത്തെ കർവ്ഡ് സർഫസിൽ നമ്മൾ കർവ്ഡ് സർഫസ് ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി അടുത്ത കർവ്ഡ് സർഫസ് ഏതാ? ദാണ്ട് ഇത് ഏതാ മക്കളെ? ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന കണ്ട, ഇത് കണ്ട ഈ ADC എന്ന് പറയുന്ന കർവ്ഡ് സർഫസ് ശ്രദ്ധിച്ചിരുന്നോണം. അപ്പൊ ഞാൻ എഴുതാൻ പോവാ അപ്ലൈയിങ് പറഞ്ഞോ മക്കളെ എന്നോടൊപ്പം, കർവ്ഡ് സർഫസ് ഫോർമുല ഓൺ ദി കർവ്ഡ് സർഫസ്, അല്ലെങ്കിൽ സെക്കൻഡ് കർവ്ഡ് സർഫസ്. ഓൺ ദ സെക്കൻഡ് കർവ്ഡ് സർഫസ് പേരെന്തുവാ? ADC. വെരി ഗുഡ്. ADC എന്ന് പറയുന്ന രണ്ടാമത്തെ കർവ്ഡ് സർഫസിൽ നമ്മൾ കർവ്ഡ് സർഫസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാം. നോക്കാം. അവിടെ N1 ആരാന്ന് എഴുതണം, N2 ആരാന്ന് എഴുതണം, U ആരാന്ന് എഴുതണം, V ആരാന്ന് എഴുതണം, R ആരാന്ന് എഴുതണം. അത്രയേ ഉള്ളൂ. ഇത് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് നോക്കാം. N1 എന്ന് പറഞ്ഞാൽ ആ കർവ്ഡ് സർഫസിലേക്ക് എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഈ കർവ്ഡ് സർഫസിലേക്ക്, ഏത് ADC എന്ന് പറയുന്ന ഈ കർവ്ഡ് സർഫസിലേക്ക് എവിടുന്നാ ലൈറ്റ് വരുന്നേ? ലെൻസിനകത്തുനിന്നാ ലൈറ്റ് വരുന്നേ. അപ്പൊ മറ്റേ കർവ്ഡ് സർഫസ് ഒക്കെ മറന്നേ, ലെൻസിനകത്തുനിന്നാ ഇപ്പൊ ലൈറ്റ് വരുന്നേ. ലെൻസിനകത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് എടുത്തേക്കുന്നത്? N2. അപ്പൊ N1 സ്ഥാനത്ത് സാറ് കൊടുക്കണം N2. ഇനി അവൻ എങ്ങോട്ടാ ഇറങ്ങുന്നേ? N1 അല്ലെ, പുറത്തേക്കാ ലൈറ്റ് ഇറങ്ങുന്നേ. അപ്പൊ N1 എന്ന് കൊടുക്കണം. N2 സ്ഥാനത്ത് N1 എന്ന് കൊടുക്കണം. കണ്ടോ? ഇനി യു ആണ് ശ്രദ്ധിക്കേണ്ടത്. യു എന്ന് പറഞ്ഞാൽ സാറേ എന്താ സാറേ? യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. മക്കളെ നോക്കിക്കേടാ, ഈ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം, രണ്ടാമത്തെ കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് അല്ല അവന്റെ ഒബ്ജക്റ്റ് അതല്ല. ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തല്ലോ, മറ്റേവൻ ഉണ്ടാക്കിയ ഇമേജ്, ആദ്യത്തെ കർവ്ഡ് സർഫസ് ഉണ്ടാക്കിയ ഇമേജ്. ആ ഇമേജ് ആണ് രണ്ടാമത്തെ കർവ്ഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയി ആക്ട് ചെയ്യുക. അപ്പോ ഒന്നാമത്തെ കർവ്ഡ് സർഫസിന്റെ ഇമേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കർവ്ഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയി ആക്ട് ചെയ്യും. ഒന്നാമത്തെ കർവ്ഡ് സർഫസിന്റെ ഇമേജ് ആയിട്ടുള്ള ഐ ഡാഷ് രണ്ടാമത്തെ കർവ്ഡ് സർഫസിന്റെ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ്. അപ്പൊ ആ ഐ ഡാഷ് ആണ് ഇവന്റെ ഒബ്ജക്റ്റ്. അപ്പൊ ഐ ഡാഷിലേക്കുള്ള ദൂരമാണ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഐ ഡാഷിലേക്കുള്ള ദൂരം ഏതാ? വി ഡാഷ്. അപ്പൊ ഇവിടെ യുവിന് പകരം എന്ത് കൊടുക്കണം? വി ഡാഷ് കൊടുക്കണം. ഇനി ഇവന്റെ ഇമേജ് ഏതാ? ഫൈനൽ ഇമേജ് ഏതാ? ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? വി. അപ്പൊ അവിടെ കൊടുക്കണം വി എന്ന് കൊടുക്കണം. കണ്ട? അപ്പൊ യുവിന് പകരം വി ഡാഷും വിക്ക് പകരം എന്തും കൊടുക്കണം? വിയും കൊടുക്കണം. കാരണം ഒന്നാമത്തെ സർഫസിന്റെ ഇമേജ് ആയിരിക്കും രണ്ടാമത്തെ സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക.
ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ആറിന് പകരം എന്ത് കൊടുക്കാം? നേരത്തെ R1 കൊടുത്തത് കൊണ്ട് ഇപ്പൊ എന്ത് കൊടുക്കാം? R2. നേരത്തെ R1 കൊടുത്തു, ഇപ്പൊ R2. ഇനി ഇതെടുത്ത് അങ്ങോട്ട് കാച്ചണം. എവിടെ കാച്ചണം? കർവ്ഡ് സർഫസ് ഫോർമുല. നമ്മൾ നോക്കാം. കർവ്ഡ് സർഫസ് ഫോർമുല ഇതാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ആദ്യമേ എഴുതി വെക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് N2. അപ്പൊ N2വിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? N1. അപ്പൊ N2വിന് പകരം N1 ബൈ V. N2 ബൈ V അല്ലേ? V യുടെ സ്ഥാനത്ത് V എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ സാർ? V തന്നെ. മൈനസ് അല്ലേ? മൈനസ് അടുത്തത് N1ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? N1ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? N2 ബൈ അടുത്ത ആരാ? യുവിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? യുവിന്റെ സ്ഥാനത്ത് ആരാ? V ഡാഷ്. കണ്ടോ മാറി വരുന്നുണ്ടോ? ഇസിക്കൽ ടു ഇവിടെ എന്തുവാ കിടക്കുന്നേ? N2 മൈനസ് N1 ആ. അപ്പൊ N2 N1 തിരിഞ്ഞല്ലോ. അപ്പൊ എന്തെഴുതും? N1 മൈനസ് N2. അത്രേ ഉള്ളൂ. സിമ്പിൾ. ബൈ എന്തെന്ന് എഴുതും? R2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. കണ്ടോ? അപ്പൊ രണ്ട് കർവ്ഡ് സർഫസ് ഫോർമുലയിലും നമ്മൾ എന്ത് ചെയ്തു? കർവ്ഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്തു? കർവ്ഡ് സർഫസ് ഫോർമുല ആഡ് ചെയ്തു. അപ്പൊ ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. ഇനി പരിപാടികൾ എളുപ്പമാ. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുക. 1ഉം 2ഉം ചെയ്യുക. എങ്ങനെ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക. ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡ് പറഞ്ഞ് N2 ബൈ V ഡാഷ് മൈനസ് N1 ബൈ U. N2 ബൈ V ഡാഷ് മൈനസ് N1 ബൈ U പ്ലസ് ഇക്വേഷൻ 2വിന്റെ ലെഫ്റ്റ് സൈഡ് ഏതാ? നോക്കി ഇത്രയാണ്. എന്തുവാ? N1 ബൈ V മൈനസ് N2 ബൈ V ഡാഷ് ഈസ് ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക. ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് എന്തുവാ? N2 മൈനസ് N1 ബൈ R1. N2 മൈനസ് N1 ബൈ R1 പ്ലസ് ഈ ഇക്വേഷൻ 2വിന്റെ റൈറ്റ് സൈഡ് എന്തുവാ? N1 മൈനസ് N2 ബൈ R2. കണ്ട? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നോക്കിക്കേടാ, കണ്ണു തുറന്ന് നോക്ക് കുഞ്ഞെ. N2 ബൈ V ഡാഷും മൈനസ് N2 ബൈ V ഡാഷും വെട്ടിച്ചത്തുപോയി. പിന്നെ ആരാ ഉള്ളേ? മൈനസ് N1 ബൈ U പ്ലസ് N1 ബൈ V. അപ്പൊ ആ പ്ലസ് N1 ബൈ V നമ്മൾ ആദ്യം എഴുതുന്നു. പിന്നെ മൈനസ് N1 ബൈ U രണ്ടാമത് എഴുതുന്നു. മൈനസ് കിടക്കുന്ന ടൈം രണ്ടാമത് എഴുതുന്നു. ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു N2 മൈനസ് N1 കിടപ്പുണ്ട്. ഇവിടെ ഒരു N1 മൈനസ് N2 കിടപ്പുണ്ട്. രണ്ടിടത്തുനിന്നും ഞാൻ N2 മൈനസ് N1നെയും കോമൺ എടുക്കുന്നു. എന്തോ എടുക്കുന്നേ? N2 മൈനസ് N1. അപ്പൊ എന്തുവാ? N2 മൈനസ് N1 ഇങ്ങ് കോമൺ എടുത്തു. പിന്നെ ബാക്കി സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കണം. N2 മൈനസ് N1 അങ്ങ് പോയാൽ പിന്നെ എന്തുണ്ട്? 1 ബൈ R1. ഇവിടെ N1 മൈനസ് N2 ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് N2 മൈനസ് N1 ആണ് എടുത്തത്. അപ്പൊ അവിടെ ഒരു എന്ത് വരും? മൈനസ് വരും കേട്ടോ. പ്ലസ് അല്ല ഇവിടെ വരിക. ഇവിടെ എന്ത് വരും? മൈനസ് വരും. കാരണം അവിടെ കിടക്കുന്നത് N1 മൈനസ് N2 ആ. ഞാൻ അതിൽ നിന്ന് എടുത്തത് N2 മൈനസ് N1നെയാ. അപ്പൊ ഒരു മൈനസ് വരും. ബാക്കി എന്തുണ്ട്? അവിടെ 1 ഉണ്ട് ബൈ എന്തുണ്ട്? R2. 1 മൈനസ് R1 ബൈ 1 മൈനസ് R1 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ രണ്ടിടത്തും ആരാ കോമൺ? N1. അപ്പൊ ആ N1നെ ഇങ്ങ് കോമൺ എടുത്തു. N1 ഇൻറ്റു 1 ബൈ V മൈനസ് 1 ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1നെ N2 മൈനസ് N1 എന്ന് തന്നെ എഴുതുന്നു. ഇൻറ്റു ബ്രാക്കറ്റിൽ 1 ബൈ R1 മൈനസ് 1 ബൈ R2. കണ്ട? ഇനി അടുത്ത പേജിൽ നോക്കിക്കേ. ആ N1നെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോയി അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ട്? 1 ബൈ V മൈനസ് 1 ബൈ U ഈസ് ഈക്വൽ ടു അല്ലേ? N1 അപ്പുറത്ത് പോയി. അപ്പോൾ 1 ബൈ V മൈനസ് 1 ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1. കണ്ടോ? ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു എന്താണ്? 1 ബൈ R1 മൈനസ് 1 ബൈ R2. കണ്ടോടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? N2 ബൈ N1. ഇനി ഇങ്ങനെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ N1 ഓരോരുത്തർക്കും സെപ്പറേറ്റ് കൊടുക്കാം. N2 ബൈ N1 മൈനസ് N1 ബൈ N1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. N2 ബൈ N1 എന്തെന്ന് എഴുതാം? 1 ബൈ V മൈനസ് 1 ബൈ U ഈസ് ഈക്വൽ ടു N2 ബൈ N1നെ N21 എന്നെഴുതാം. N1ഉം N1ഉം കൂടെ വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 1 ഇൻറ്റു 1 by R1 minus 1 by R2. This is curved surface. Lens makers formula. Lens makers formula. ഇതിന് തിൻ ലെൻസ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ കൂടുതൽ ആലോചിക്കേണ്ട. തിൻ ലെൻസ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ 1 by V മൈനസ് 1 by U ഈസ് ഈക്വൽ ടു 1 by F എന്നങ്ങ് എഴുതുക കേട്ടോ. 1 by V മൈനസ് 1 by U ഈസ് ഈക്വൽ ടു 1 by F. അത്രയും സംഭവം ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വൃത്തിയായി നിങ്ങൾ പടം വരയ്ക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പടം വരയ്ക്കുന്നതിന് ഇവിടെ മാർക്ക് കിട്ടും. പടം വരച്ച് കൃത്യമായി കാര്യങ്ങൾ അടയാളപ്പെടുത്തുക. പിന്നെ സ്റ്റെപ്പുകൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത്രയും സ്റ്റെപ്പുകൾ മതി. ദിറ്റ്സ് ഇനഫ്.
കാരണം കൂടുതൽ കൺസിഡർ കോൺവെക്സ് ലെൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, അങ്ങനെയുള്ള ഒരു സെന്റൻസുകളും നിങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഡെറിവേഷൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതി വെച്ചിരുന്നാൽ ഈ ഒരു ഇക്വേഷനിലേക്ക്, ഫൈനൽ ഇക്വേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങളുടെ ആൻസറിന് ഫുൾ മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം, പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സ്വന്തം MK അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.